അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചാല് നമ്മള് അല്ലയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റിലേക്ക് പോവാണ്. അതും ഒട്ടക മാർക്കറ്റിക്ക്. അത് ഒട്ടകത്ത് വാങ്ങാൻ അല്ലേ. നമ്മള് അടുത്ത വിശേഷങ്ങൾ കാണാം. അപ്പൊ രാവിലത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ് അല്ലേ. അതെ അതെ, സൂര്യ ഉദിച്ചു അതെ അതെ, ഇവരൊക്കെ ഉദിച്ചു വരുന്നുള്ളൂ. സമയത്തൊരു വൈബ് തന്നെയാണ് രാവിലെ. വണ്ടികളൊക്കെ തന്നെ പോയോണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് അധികം തിരക്കൊന്നുമില്ല. അതൊക്കെ ഇവിടെ ഞങ്ങള് ഒട്ടക മാർക്കറ്റ് പോവാ. ഒട്ടക മാർക്കറ്റ് ഒട്ടകത്തിന് വാങ്ങാൻ പോവാണ്. ഓക്കെ, ഉയരാ സംഭവം. രാവിലെ ഇങ്ങനെ നടക്കാറുങ്ങാറല്ലേ, ഭയങ്കര രസാ. രാവിലെ തന്നെ ഒരു ഭയങ്കര ഒരു ത്രില്ലിനാട്ടോ ഇവിടെ. ഒരുപാട് ആളുകള് ജോലിക്ക് പോവാ. നമ്മക്കൊന്ന് ലീവ് ആയോണ്ടേ ടീമായിട്ട് ഇങ്ങനെ ഇറങ്ങിയെന്നുള്ളൂ. അസ്കറാ, എന്താ പറയാനുള്ള നമ്മളെ അല്ലേനെ കുറിച്ച്? അല്ലേന്ന് പറഞ്ഞാല് നമുക്ക് എന്താ പറയാ, ഏറ്റവും ലളിതമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ്. ദുബായ് തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലേസ് ആണ് അല്ലേന്ന് പറഞ്ഞത്. ഇപ്പോൾ വന്ന സമയത്ത് പറഞ്ഞാല് ഭയങ്കര എന്താ പറയാ, തരിശുഭൂമി മാതിരിയായിരുന്നു. ആളൊന്നും ഇല്ലാണ്ട് ഭയങ്കര ഒരു ഒറ്റപ്പെട്ട ഏരിയ ആയിരുന്നു. ഇപ്പൊ പറഞ്ഞാല് എന്താ പറയാ, 2 വർഷം നമ്മൾ ഇവിടെ. ഇപ്പൊ മാഷാ അല്ലാഹ് ഇപ്പൊ കുറെ ഡെവലപ്പ് ചെയ്തിട്ട് കുറെ മൊത്തത്തിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള എന്താ പറയാ ഒരു പുരോഗമനം വന്നിട്ടുണ്ട്. സംഭവം അടിപൊളി കേട്ടോ. ജീവിക്കാൻ ബെസ്റ്റ് സ്ഥലമാണ് നമ്മളെ. ഉച്ചക്ക് ഭയങ്കര വെയിലാണ്, രാവിലെ ഭയങ്കര കൂളിംഗ് കേട്ടോ ഇവിടെ. രസാ. അനുഭവമില്ല, അതൊരു മിക്സ്ഡ് ആണ്. അതായത് ചൂടും ഒരു തണുപ്പും കൂടിയൊരു മിക്സ്ഡ് ആണ്. 6:30 നമ്മളിപ്പോ 6:30 സമയമായി. 6:30 മണിയായിട്ടാ. ഒന്ന് സൂര്യനങ്ങനെ ഉദിച്ചു വരും. നല്ല ക്ലൈമറ്റ് കേട്ടോ സമയത്ത്. ഓൾമോസ്റ്റ് നമ്മള് മാർക്കറ്റ് ആ കാണുന്ന കവാടുണ്ടല്ലോ, അവിടെ നമ്മള് മാർക്കറ്റ് അതിനോട് കൂടെ കയറണം. കാരണം നമ്മള് കവാട മാർക്കറ്റിന്റെ ഈ മാർക്കറ്റ് അല്ലെങ്കിൽ കൂടെ വെച്ചാല് നമ്മള് നേരെ ഒരു അപ്പുറത്തൊരു സഫ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ നമ്മള് മാർക്കറ്റ് എടുക്കണേ. പോയി നോക്കാം നമുക്ക് ഏതാ കന്നാ നല്ലുള്ളെന്നുള്ളത്. പറ്റിയ കന്ന് നമുക്ക് എടുത്തു പോരാ. കന്നെടുക്കാം, ഒട്ടകത്തിന് നല്ല പറ്റിയ ഒട്ടത്തിന് നമ്മൾ എടുത്തന്നെ പോരാ. അല്ല അപ്പൊ എന്താ പൈസ കിട്ടി കാര്യമില്ല. വലിയ പെരുന്നാളല്ലേ വലിയൊരുന്നാളല്ലേ നല്ല അറക്ക. ഇവിടെ കേറിയത് തുടങ്ങി സ്മെല്ല് നല്ല സുഗന്ധം മണക്കുണ്ട്. മാർക്കറ്റ് വന്ന അങ്ങനെ തന്നെയല്ലേ, നല്ല മണ കേട്ടോ. നമ്മളങ്ങനെ അല്ലേ അങ്ങനെ നമ്മള് നമ്മളെ മാർക്കറ്റിലേക്ക് കടന്നിട്ടാ. അടിപൊളി മാർക്കറ്റ് കിടന്നത്. ആ വള്ളത്തിന്റെ സ്മെല്ലാണ്. വെള്ളമൊക്കെ ഉണ്ട്. എന്തിനാ വെള്ളത്? ഭൂമിയിൽ വെള്ളം കെട്ടിയിരിക്കുന്നു. എങ്ങനെ മരുഭൂമിയിൽ വെള്ളം കെട്ടിയ ടയറിനൊക്കെ റീഫ്രഷ് ഇട്ടാ അതിനായിരിക്കണം. അപ്പൊ നമ്മള് പോയി നോക്ക. നല്ല മുന്തിനം കന്നിനെ നമ്മൾ വാങ്ങണം. വലിയതാക്കി സൈസാക്കാനുള്ള പൈസ നോക്കിട്ട് കാര്യമില്ല. അത് നോക്കിട്ട് കാര്യമില്ല. പ്രാവശ്യത്തെ പെരുന്നാളിന് അത് തന്നെ എന്താ നല്ലൊരു സാധനം എടുക്കല്ലേ. നല്ലൊരു സാധനം തന്നെ എടുക്കാം. കിട്ടിയില്ല സാധനത്തിന്. അല്ല എന്താ എല്ലാം ഗ്രൗണ്ടാട്ടത്. അടിപൊളി ഗ്രൗണ്ടാ. ഒരുപാട് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. കളികൾ കഴിഞ്ഞു ഇവിടെ. എങ്ങനെയാണ് ഇപ്പൊ എത്ര ടീമുകൾ ഫുട്ബോൾ ഇവിടെ. അതെ അതെ, ഈ ഗ്രൗണ്ട് എത്ര പോലും വലുത്. ക്രിക്കറ്റ്, ഫുട്ബോള് കണ്ണായ സ്ഥലമാണ്. നല്ല കണ്ണായ സ്ഥലമാണ്. അറിയില്ല നമുക്ക്. നമ്മളെന്ത് ചെയ്യും, ഒരു കോവും കെട്ടിട്ട് അറ്റ പോസ്റ്റ് ഉണ്ടാക്കല. അതെ അതെ, ഫുട്ബോള് അവിടെ ആ സൈഡിലാണ് നമ്മളെ ഒട്ടകത്ത് ഫുൾ ഒട്ടകം നേരെ സൈഡിന്. ഇങ്ങനൊരു ടോക്ക് ഉണ്ട്. ഏത് ഒട്ടകത്ത് കണ്ട റസൂലുള്ളാഹിന്റെ മദ്രസ പറഞ്ഞ പാടിക്കഴിഞ്ഞാല് കണ്ണീന്ന് വെള്ളം കണ്ണീര് ഒലിക്കുന്നു പറഞ്ഞേട്ടാ. അതെ, അങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട്. ഏതായാലും പോയി നോക്കുക. അറബ് നാട്ടിൽ വന്നിട്ട് ഒട്ടകത്തെ വാങ്ങാന്ന് പറഞ്ഞത് വലിയൊരു ആഗ്രഹം. ഇനി അത് നിറവേറട്ടെ. ആയിവാ ആ പെടക്കട കന്നല്ല കിടക്കണേ. നമ്മളിങ്ങനെ കേറിയപ്പോഴേ ഒരു തെക്കൻ അടിപൊളി ഒട്ടക്കം നമ്മൾ നോക്കി തീർച്ചയാ പോയോക്കട്ടെ. എന്താ പാട് നോക്കാൻ ബോസേ നമ്മളെത്തിട്ടാ പാടി വിളിക്കുന്നുണ്ട്. അതെ അതെ, ഇവരാണ് നമ്മള് മാടി വിളിച്ചു ഒച്ച ഉണ്ടാക്കിയാട്ട്. ചെറുക്കന്മാര് പുലിക്കുട്ടി സാധനം ചെറിയ വയസ്സുള്ള ചെറിയ. അല്ല ഇത് എത്രക്ക് മുറിച്ച നമുക്ക്? ഇപ്പൊ നമ്മൾ നോക്കാല എത്രക്ക് മുറിച്ച നമുക്ക് ഇതിനെ? 1.5 ആക്കേണ്ട വരും. 1.5 കൂടുതൽ. അതെ, അല്ല മുയു സാധനം കേട്ടോ. ഇനി അടുത്തും കൂടെ പോയി നോക്കാം നമുക്ക്. തൊലിക്കട്ടി കുഴപ്പമില്ലട്ടാ. ഇത് സാധനം ഉണ്ട് കേട്ടാ.
അത്യാവശ്യം ഉണ്ട്, മുതലുണ്ട് സാധനം, മുതലുണ്ട്. അതെ, നമുക്ക് അടുത്തും കൂടി അത് നോക്കിയാല് നല്ല ബസർമള ജാതി കേട്ടോ. ഒരു മുയു സാധനം, കിളിന്ത് സാധനം. കാക്ക എത്രക്ക് മുറിച്ചാ അതിനെ? ആ സാധനത്തിന് ഞങ്ങൾ നോക്കിയ സാധനത്തിന് എത്രക്ക് മുറിച്ച നമ്മള് പറയും പറ്റില്ലേ? നോക്കി നമ്മള്. അതെ അതെ, കാക്ക പറഞ്ഞത് ഐക്കുറ അവലൊക്കെ നോക്കിയാൽ ഇത് ഒട്ടകായോണ്ട് നമുക്ക് വലിയ കൊടുത്തല്ലാന്ന് പറഞ്ഞത്. നോക്കി നോക്കാം. കരിങ്കുട്ടി ഇന്റെ മോനെ സാധനേ സങ്കര അല്ലേ? സങ്കരയിനാണ് സാധനം. ആ കാക്കാനെ ഫ്രണ്ട് അതുകൊണ്ട് എന്താ കാക്ക നിങ്ങളെ മുൻപരിചയം ഉണ്ടാ? സാധനം കുഴപ്പമില്ല. എങ്ങനെ വ്യാഴ്ച എന്താ പറഞ്ഞ മാതിരി പല്ല് വിളിച്ച് കാട്ടണ്ട ബോസ് കേട്ടോ. ബോസിന് അസ്കർ നല്ല ഇഷ്ടമായതുകൊണ്ട്. അസ്കറെ എന്റെ ചെങ്ങായിയാണ്. അർബാബ്, ഒരു അർബാബ് വരുന്നുണ്ട്, ഒട്ടകാർബാബ്. ഈ ഒട്ടകത്തിന് വെള്ളം സംഭരിക്കാനുള്ള ഒരു സഞ്ചി ഉണ്ടാവില്ല, അത് മേലെയാണ്. കാക്ക ഒട്ടകത്തിന്റെ വെള്ളം സംഭരിക്കാനുള്ള സ്ഥലം കാണില്ല പറഞ്ഞത്. രണ്ടെണ്ണം വരുന്നുണ്ട്, ഇതിപ്പോ ഒന്നുള്ളത്. അതെ, ഒട്ടകത്തെ കുറിച്ച് അസ്കറിൽ ബന്ധപ്പെട്ട അത് അവിടെ എന്താ ചെയ്യാ? ഒട്ടകത്തിന്റെ പൂഞ്ഞയാണ് പൂഞ്ഞ. അതെ, കാക്ക എന്താ വെച്ചാല് ഐക്കോറ, ആവോലി, നെത്തോലി അങ്ങനത്തെ മീനിനോട് വെച്ചാണെങ്കിൽ ഒട്ടകായോണ്ട് കാക്ക വലിയൊരു കുടുത്തല്ല. നമുക്ക് ഒട്ടകത്തിന് വലിയ താല്പര്യം തിന്നാന്, അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. ഇതെല്ലാം നമ്മൾ പഠിക്കുക. അതെ, മുട്ട സാധനം നമുക്ക് ഒരു ശക്തിയാണ് തീരുന്നു. വെറുതെ തന്നെ ആക്കേണ്ടി ഒരു ഇപ്പൊ കുഴപ്പമില്ല. അവന്റെ നോട കണ്ടിട്ട് നമ്മളെ പൂവിനെ പോകണ്ടില്ല. അതെ, ഏതായാലും പോയി നോക്കി വരാം. മുത്തേ നോട്ടെ അണങ്ങാടി ഉസാറുള്ള ഊസുകളൊക്കെ പറഞ്ഞോട്ടെ നമ്മള്. വാലേക്കും ശംസിക്ക് നല്ലൊരാളെ കിട്ടിക്കണ്. ആ ഡീലിങ് എടുക്കണ്ട, ഒട്ടൊക്കെ ഡീലിങ്. ഇതെന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷം മുറിച്ചും തോന്നുന്നു. പറഞ്ഞ വെച്ചാൽ ഇവിടെ നമ്പറൊക്കെ ഉണ്ട്. അതെ, അയ്യോ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കുക എന്താണ്. ഒട്ടകത്തെ വാങ്ങിയ ഒട്ടകത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചാൽ മതി എന്തൊക്കെയാ വേണ്ട. ഇവരാണ് ഇതിനാള് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോ? അതെ, ഇവരാണ് നോക്കണേ. അതെ, അയ്യോ കുറെ നേരെ വിളിച്ചു. ബോസേ എന്താ പാട്? ബോസ് നമ്മളെ പോരുന്നാ? ഓനെ നമ്മളെ പോരാൻ തയ്യാറാന്ന് തോന്നുന്നുണ്ട്. രണ്ടാളിന്റെ അമ്മോ എന്താ പാട്? സുഖല്ലേ? നമ്മളവിടുന്ന് കുറച്ച് അപ്പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്, നിങ്ങളൊന്ന് കാണാൻ വന്നാണ്. അല്ല മൂന്നാമത്തെ ആള്. ബോസെ എല്ലാരും നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ഒരാളെ ആ കുറ്റിയുറപ്പുള്ള അല്ലേ ബസർമുള്ള ജാതി നമുക്ക് കിട്ടണം. അതെ, അല്ലാതെ എല്ലാരും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ആദ്യം പറഞ്ഞുതരാം. തിരക്കൂട്ടില്ല, നമ്മൾ നോക്കട്ടെ. വരാ എക്കന്മാർക്ക് എല്ലാവർക്കും ഞമ്മളെ മതി. എല്ലാവർക്കും ഞമ്മളെ മതി. എന്താ കാട്ട ആടും കൂടി കാണിച്ചു കേട്ടോ. ഇവിടെ ഒട്ടകം മാത്രമല്ല, അതെ ആടുണ്ട്, മാട്ടുണ്ട്, ചെമ്മരിയാട്. നോക്കുക എന്താ അവസ്ഥ. ഇവിടെ എല്ലായിടത്തും ഉണ്ട്, അവിടെ ഇവിടെ ഒക്കെ എല്ലായിടത്തും തന്നെ കേട്ടോ. ഓരോരുത്തരും മാടി വിളിക്കാണ്. എന്താ ചെയ്യാ കുട്ട ഒരുത്ത ഞമ്മളെ കുറെ നേരം നോക്കണ്. ഒന്നല്ല ഒരു കൂട്ടം അടച്ചോനെ കാണിച്ചാ. മുത്തുമണിയെ കുഞ്ഞിപ്പാ ഓനെ വിളിയേക്കൂല, തെറ്റിനുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം കാണാത്തവർക്ക് ദിവസവും കാണാനുള്ളൊരു മുതലുണ്ട്. പിന്നെ നമ്മളെന്താ മൃഗശാലയിലൊക്കെ പോയ മാതിരി. അതെ അതെ, സംഭവം ഉണ്ട് കേട്ടോ. ഇതേ ഇന്റെ ജീവിതത്തിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആക്കാം. നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സംഭവം. ഇങ്ങനത്തെ ഒരു സംഭവം അടിപൊളിയാ. നമ്മള് ലീവൊക്കെ ആയി കഴിഞ്ഞാൽ എവിടെ പോകും, എങ്ങോട്ട് പോകും, അല്ലേ നമ്മൾ എവിടെ പോകും ഇവിടെ അങ്ങനെ അധികം സ്ഥലങ്ങൾ കാണാനല്ല. പക്ഷെ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ രാവിലെ വരെ. അതെ അതെ, നമ്മുടെ വെറൈറ്റി എടുത്തിട്ടോ. അതെ, ഇവിടുത്തെ മാപ്പാണ് സംഭവം. അല്ലേ, റൂട്ട് ബി, അല്ലേൻ, ലിവിങ് ഒയാസിസ്, ഭവാദിമാണ്. അങ്ങനെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഏരിയ കുറച്ച് പ്രായമുള്ള ടീമിനല്ലേ, മുതിർന്ന ആൾക്കാരാട്ടാ.
പ്രായത്തിന്റെ ബേസിൽ ഇവിടെ കൂടുതലാക്കി അതെ 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 ബേസിലാണ് തരം തിരിച്ച് നിർത്തിയിരിക്കുന്നത്. ഇവര് കുറച്ച് ഹെവി ടീമാ. ഇതിന് മൊത്തം ഒട്ടകാട്ട. അപ്പം കൗണ്ടർ 5 അപ്പുറത്തുനിന്നുണ്ട്, ഒരു 7 കൗണ്ടർ ഉണ്ട് ഒട്ടകത്തിന്റെ. അപ്പൊ കാക്ക എന്താ പറഞ്ഞേ? അതിന് ഓപ്പോസിറ്റ് ആട്. അടുത്ത കാക്കാന്ന് വെച്ചാലേ ഇനി ഒട്ടം കഴിഞ്ഞപ്പോ ആടിന്റെ സെക്ഷൻ പോയി നോക്കാറുണ്ട്. സാധനം നല്ല മുയു സാധനം വന്ന് നോക്കുന്നുണ്ട്. ബോസേ എന്താ പാട്? അസ്സലാമലൈക്കും. അതെ ഇതിന്റെ സംഭവേ ഇവലെ ക്യാമറ കണ്ടപ്പോളേ ക്യാമറ കണ്ട ഫോട്ടോ വന്നു കഴിഞ്ഞാലേ വരുന്ന ടീമാണ് തോണ്ട്. എന്താ പാട്? സുഖാണോ? പിന്നെ കൊമ്പ് ഒരു രക്ഷയില്ല. കൊമ്പും അതേപോലെ തന്നെ ചേവി ഒരു രക്ഷയില്ല. അത് വേറെ കേട്ടോ സാധനം. ഏത് എന്നുള്ളതാണ്. അതെ അതെ ഉള്ള ബസർമുള്ള ജാതി മുട്ടന് നമസ്കാരം ഉള്ള ബസർമ 5 കൗണ്ടർ കേട്ടോ. 5 കൗണ്ടർ ഇതേപോലെ തന്നെ 5-6 കൗണ്ടറുകൾ തന്നെയുണ്ട്. മട്ടന്റെ കൗണ്ടറാണ്. സെറ്റ് സംഭവം സെറ്റ് അടിപൊളിയ കാണാനുള്ള സാധനം മുതലുണ്ട്. ഒരാൾ വാങ്ങാൻ വിചാരിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ വാങ്ങിയിട്ടേ പോകുള്ളൂ. എന്തായാലും സാധനമുണ്ട്. ഓക്കെ ഏതാണ് കൊമ്പുണ്ട്? 3 കൊമ്പ് പോലെ അല്ല അത് അതിനപ്പുറത്ത് കാണണ്ടോ? എന്റെ കൊമ്പൊക്കെയാണ് ചുരുണ്ടില്ലേ? വളച്ചെടുത്ത പോലെ. അതെ അതൊക്കെ ഓലടയുള്ള ഒരു ഫ്രീക്കായിരിക്കും. ചില ഫ്രീക്കന്മാർ ഓലുണ്ടാവും. ഉണ്ടാവും. അതൊക്കെ ആരല്ലേ ജനറേഷൻ പറയാൻ ചെറുക്കാം. അത് മനുഷ്യന്മാരെ മാത്രല്ല, അങ്ങനെ ജന്തുക്കളിൽ ഉണ്ടാവും ജനറേഷനൊക്കെ. അവർക്കും ഫ്രീക്കൊക്കെ മാറ്റേ മോഡലും കാര്യങ്ങളും ഓലിലുണ്ടാവും. നമുക്കറിയാത്തോണ്ടാണ്. ചെവിയിൽ കുത്തിയിട്ട് ചെവി വളഞ്ഞിട്ട് കടുക്കേണ്ടത് കടുക്കേടാത്തത് എല്ലാ സാധനം ഉണ്ട്. ഇനി നമുക്ക് നാട്ടിലെ ചന്ത പോലെ. അതെ അതെ കന്നുകാലി ചന്ത, ചന്ത, പെരുമ്പിലാവ് ചന്ത, പൊള്ളാച്ചി ചന്ത, മഞ്ചേരി ചന്ത, നല്ലേല ചന്ത. ഇവിടെ ഈ ഏരിയ അധികം തിരക്കൊന്നുമില്ല. തിരക്കുറവാ. നമ്മളേട്ട ഒരു മുട്ടൻ സാധനം മുട്ടൻ സാധനം കാണിച്ചിട്ടോ. മുട്ടൻ സാധനം മോനെ എരുമ കിട്ടില്ല സാധനം ഇട്ടത്. നല്ല കറവുള്ള എരുമയാണ്. ഇത് സാധനം കേട്ടോ. ഇത് മുതലുണ്ട്. ഒരു കുറച്ച് ഇതുണ്ട്. നല്ല ബസർമുള ജാതിയാ. സാധനം നല്ല തൊലിയൊക്കെ നോക്കിയാ രശിയില്ല. ലിറ്റർ കണക്കിന് പാല് വന്ന് കിട്ടും. അതെ അതെ ചീര സാധനം കാണിച്ച അടിപൊളി സാധനം. നമ്മളെ സുഹൃത്താട്ടോ മുത്തേ. ഹായ്. എന്താ മുൻ പരിചയമുള്ള പോലെ. അഷ്കറായിട്ട് എന്തോ ജീവിതത്തിൽ എന്തോ ഒരു ബന്ധമുണ്ട്. എന്തേലും ബന്ധം നിങ്ങൾ തമ്മില്? അതെ 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 അതെ. എന്നെ കാണാതെ പോയ ഫ്രണ്ടിനെ തിരിച്ചു കിട്ടിയ പോലെ അസ്കറിനെത്തിക്കേ ചെക്കനെ നല്ല കന്ന് കയറാൻ നല്ല കന്നുമാണ്. നല്ല അടിപൊളി രക്ഷയില്ല. അത്രക്കും കാണാനുണ്ട്. അത്രക്കും ഒരാള് വന്നാല് ഒരു കന്ന് എടുക്കാൻ ഒന്ന് ഒട്ടകായാലും അതേപോലെ തന്നെ മാടായാലും ആടാണെങ്കിലും അതേപോലെ തന്നെ പിന്നെ പോത്തോ ഐറ്റംസ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് സെലക്ട് ചെയ്തെടുക്കാനുള്ള സംഭവം എല്ലാത്തിനും ഏത് ടൈപ്പുള്ള ആൾക്കാർക്ക് ഏത് ടൈപ്പിലും നിങ്ങൾ ഇവിടെ വാങ്ങാൻ വിചാരിച്ച് വന്നേക്കാണെങ്കിൽ നിങ്ങൾ വാങ്ങിട്ടേ പോകുള്ളൂ. അതിനുള്ള സാധനങ്ങളുണ്ട് സെലക്ട് ചെയ്തെടുക്കാനുള്ള. പാലും ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മള് നാട്ടിൽ സൊസൈറ്റി പോകൂലേ എന്ന പോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാല് അല്ല ഫ്രഷ് പാല് ഇവിടെ കിട്ടുന്നുണ്ട്. മാത്രല്ല പാല് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞല്ലേ അയാൾ പറഞ്ഞു. വൈകുന്നേരം വന്നാൽ മതി പാലുണ്ടെന്ന് പറഞ്ഞു. അതെ അതെ അതെ. അങ്ങനെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവര് ഫ്രഷ് പാലും കൊടുക്കട്ടോ. എത്ര ബോട്ടിൽ 10 റുപ്യ 10 റംസിലെ 10 റംസാണ് പറഞ്ഞത്. നല്ല ഫ്രഷ് പാലും കിട്ടും. എല്ലാത്തിനും സൗകര്യം കേട്ടോ അവിടെ. അടിപൊളി സംഭവം. കാണാനുള്ള മുതലുണ്ട് ഇവിടെ. അതെ ഈ പശുക്കളും കൂട്ടങ്ങളും ഇതൊക്കെ കാണുമ്പോഴാണ് നാട്ടിലത്തെ ഒരു വൈദ്യുതി കിട്ടല്. ഇതിന് ഇതൊക്കെ വെച്ചാൽ കായ്ക്ക് ചെലവില്ലാത്ത കേട്ടോ. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കണമെന്നോ അതൊന്നും. അത് മെയിനാണ്. നമ്മളിപ്പോ വിചാരിക്കും ഇന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ മൃഗശാലയൊക്കെ പോകുമ്പോൾ ടിക്കറ്റ് ആവും. ഇത് അതൊന്നും ആവശ്യമില്ല. ഇത് പല രാജ്യത്തുള്ള സാധനങ്ങൾ നമുക്ക് കാണാം. ഒരുവിധം കാണാനുള്ള കാര്യങ്ങളൊക്കെ അല്ലേലുണ്ട്. എല്ലാരും പറയുന്നത് ഒന്നല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പൊളിയുണ്ടോ ഒരു സ്ഥലം കുഴപ്പമില്ല. നല്ല രീതി ഒരു നാടിന്റെ കാക്കാറുണ്ടല്ലേ നാട്ടിലെ ചാണകത്തിന്റെ സ്മെല്ലും എല്ലാ മണ്ണിന്റെ ചാണകത്തിന്റെ അതെ ഇവിടുത്തെ കാര്യങ്ങളും മറ്റും ഒക്കെ അങ്ങനെയാണ്. കുഴപ്പമില്ല. അടിപൊളിയാണ്. അടിപൊളി ഏരിയ ആണ്. ഒന്ന് മസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആളുകൾ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. അപ്പൊ നമ്മളെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇത്ര നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണേ. അപ്പൊ ഒരുപാട് അല്ലെ നഷ്ടമില്ലാതെ ഒരു നഷ്ടം ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ്. രാവിലെ വരിക, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ വരിക.
നല്ല അടിപൊളിയായിട്ട് നല്ല അല്ലയിൽ ഏറ്റവും കാണാൻ പറ്റിയ ഒരു ഏരിയയാണ്. അതെ അതെ, വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ. അതെ, എല്ലാവരും മസ്റ്റായിട്ട് ഈ സ്ഥലമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക, അടിപൊളിയാണ്. അപ്പം ഈ ചെറിയ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അപ്പോൾ ഓക്കെ, ബൈ.